അപ്പൊ അത് RSSും കോൺഗ്രസും തമ്മിലുള്ള അലയൻസിന്റെ ഭാഗമായി ഇത് CPM-നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് VD സതീശൻ. അതുകൊണ്ടാണ് ഇന്ന് ശിവൻകുട്ടി പറഞ്ഞത് ഇതിന്റെ നോട്ടീസ് എല്ലാം സാധ്യതയുള്ളത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കൂടിയാണ്. ഇനി ഒരു കഥ കൂടി നിങ്ങൾ കേട്ടോ. ഈ സോണിയാഗാന്ധി അല്ല ഇതിന്റെ പ്രതി, യഥാർത്ഥ പ്രതി. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാ. പക്ഷെ ഏതാണ്ട് വ്യക്തമായ ഒരു കാര്യമുണ്ട്. ആ വ്യക്തമായ കാര്യം ആന്റണിയും സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളിയായിട്ടുള്ള റോബർട്ട് വധേരയും തമ്മിൽ വലിയ ബന്ധമാണ്. ആ റോബർട്ട് വധേരയാണ് 176 കോടി രൂപ BJPയുടെ ഇലക്ട്രൽ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ആ റോബർട്ട് വധേരയ്ക്കാണ് ഇറ്റലിയിലെ ഈ ആന്റിക് കച്ചവടമായിട്ട് ബന്ധമുള്ളത്. ഇതെല്ലാം ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. അപ്പൊ എന്തിനാണ് ഗോവർദ്ധനും ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ അവിടെ പോയത്? സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുക്കാനല്ല. സോണിയാഗാന്ധിക്ക് സമ്മാനം കൊടുത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ വേറെ ബന്ധമാണ്. അതെന്തുകൊണ്ടാണ് ഇന്ന് വരെ ആന്റണിയും അടൂർ പ്രകാശും ആ തീയതി പറയുന്നില്ല, ആരാണ് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുന്നില്ല, എന്താണ് സമ്മാനം എന്ന് പറയുന്നില്ല? ഈ 3 ചോദ്യത്തിന് ആരുത്തരം തരും? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഞങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കുകയാണ്. സോണിയാഗാന്ധിക്ക് കൊടുത്ത സമ്മാനം എന്താണ്? ആരാണ് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്? ശ്രീ K കരുണാകരന് അപ്രാപ്യമായ ഒരു സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രാപ്യമായത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിന് ആരുത്തരം പറയും?